നാം ഒറ്റക്ക് പോയി കിടക്കേണ്ട ഖബറിനെക്കുറിച്ച്, ആ ഇരുളടഞ്ഞ വീടിനെക്കുറിച്ച് വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നാം അമിതമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ഭൗതിക ലോകം ഒരു നാൾ നമ്മെ തനിച്ചാക്കി മടങ്ങുമെന്നത് പ്രപഞ്ചത്തിൻ്റെ മാറ്റമില്ലാത്ത നിയമമാണ്. രാപ്പകൽ അധ്വാനിച്ച് നാം വെട്ടിപ്പിടിച്ച സമ്പത്തോ അഭിമാനത്തോടെ പണിതുയർത്തിയ കൊട്ടാരങ്ങളോ നിഴൽ പോലെ കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരോ അന്ന് നമ്മുടെ സഹായത്തിനുണ്ടാകില്ല. ജീവിതകാലമത്രയും നാം സമ്പാദിച്ചതൊക്കെയും ഭൂമിയിൽ ഉപേക്ഷിച്ച് വെറും കൈകളോടെ 6 അടി മണ്ണിലേക്ക് നാം യാത്രയാകും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും മണ്ണുവാരിയിട്ട് തിരിഞ്ഞു നടക്കുമ്പോൾ കേൾക്കുന്ന ആ ചെരുപ്പിൻ്റെ ശബ്ദത്തോടെ ഈ ദുനിയാവുമായുള്ള നമ്മുടെ എല്ലാ ബന്ധങ്ങളും അറ്റുപോകും. അവിടെ ഇരുട്ടും നിശബ്ദതയും മാത്രമായിരിക്കും നമുക്ക് കൂട്ടെന്ന് തോന്നിയേക്കാം. എന്നാൽ ആ ഏകാന്തതയിൽ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ വെളിച്ചമാകാൻ കഴിയുന്ന ചില പുണ്യങ്ങളുണ്ട്. നാം ചെയ്ത സൽക്കർമ്മങ്ങൾ അവിടെ സുഗന്ധമുള്ള കാറ്റായി, മനോഹരമായ രൂപമായി നമുക്ക് കൂട്ടിരിക്കും. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നാം മറന്നുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ കൊണ്ടുവന്നതൊന്നും കൂടെ കൊണ്ടുപോകില്ല. നാം ചെയ്തത് മാത്രമേ കൂടെയുണ്ടാവൂ. ഖബറിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മെ നിരാശപ്പെടുത്താനോ ജീവിതത്തോട് വിരക്തി തോന്നിക്കാനോ ഉള്ളതല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കാനും ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്താനുമാണ് അത് സഹായിക്കുന്നത്. മരണത്തെക്കുറിച്ചുള്ള സ്മരണ മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് തടയുകയും നന്മകളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പ്രതിരോധ കവചമാണ്. നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ഖബറിനെക്കുറിച്ചുള്ള ഒരു ചിന്ത മാത്രം മതിയാകും. അധികാരത്തിൻ്റെ കരുത്തിനോ പണത്തിൻ്റെ തിളക്കത്തിലോ നാം മറ്റുള്ളവരെ മറന്നുപോകുമ്പോൾ അവസാനം നാം മടങ്ങുന്നത് ഒരേ മണ്ണിലേക്കാണെന്ന സത്യം നമ്മെ വിനയമുള്ളവരാക്കും. അവിടെ കോടീശ്വരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും വിരിക്കാൻ മണ്ണും പുതയ്ക്കാൻ ഒരു കഷ്ണം വെള്ളത്തുണിയും മാത്രമാണുള്ളത്. ഈ വിനയം നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രതിഫലിക്കുമ്പോൾ നമ്മൾ മികച്ച മനുഷ്യരായി മാറുന്നു. ഓരോ നിമിഷവും നമ്മുടെ ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഖബറിൽ ചെന്നു കഴിഞ്ഞാൽ ഒരു തവണ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാൻ പോലും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയം പരമാവധി നന്മക്കായി ഉപയോഗിക്കുക എന്നതാണ് വിവേകം. ഖബർ സ്വാഭാവികമായും ഇടുങ്ങിയതും അന്ധകാരവുമാണ്. എന്നാൽ അതിനെ വിശാലമാക്കാനും അതിൽ പ്രകാശം നിറക്കാനും ഈ ലൗകിക ജീവിതത്തിലൂടെ നമുക്ക് സാധിക്കും. നമ്മുടെ സൽക്കർമ്മങ്ങൾ അവിടെ സുരക്ഷിതമായ ദീപങ്ങളായി മാറും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ജീവിതത്തിലെ ചിട്ടയായ പ്രാർത്ഥനകളാണ്. നാം അർപ്പിക്കുന്ന ഓരോ നിസ്കാരവും ഖബറിലെ ഇരുളിൽ വലിയ വെളിച്ചമായി മാറും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം, പ്രത്യേകിച്ച് സൂറത്തുൽ മുൽക്ക് അതുപോലുള്ള അധ്യായങ്ങൾ പതിവായി ഓതുന്നത് ഖബറിലെ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ഖബറിലെ നിശബ്ദതയിൽ സംസാരിക്കാൻ നമുക്കൊരു ചങ്ങാതിയെപ്പോലെ ഖുർആൻ കൂടെയുണ്ടാകും. നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ മറ്റൊരനുഗ്രഹമാണ്. വിശക്കുന്നവന് നൽകുന്ന ആഹാരവും ആവശ്യക്കാരന് നൽകുന്ന സഹായവും പരലോകത്ത് നമുക്ക് വലിയൊരു തണലായി മാറും. ഭൂമിയിൽ നാം ചിലവഴിക്കുന്ന ധനം യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുകയല്ല, മറിച്ച് ഖബറിലേക്ക് നാം മുൻകൂട്ടി അയക്കുന്ന നിക്ഷേപമാണ്. ഇതിനെല്ലാം പുറമെ മനഃശുദ്ധി എന്നൊന്നുണ്ട്. മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും അസൂയയും വെടിഞ്ഞ് സ്നേഹത്തോടെ ജീവിക്കുന്നത് ഖബറിലെ സമാധാനത്തിന് വലിയ കാരണമാകും. മരണം ഒരു അവസാനമല്ല, മറിച്ച് അള്ളാഹുവിലേക്കുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കം മാത്രമാണ്. ആ യാത്ര ശുഭകരമാകണമെങ്കിൽ അതിനുള്ള യാത്രാ വിഭവങ്ങൾ ഇവിടെ നിന്ന് തന്നെ തയ്യാറാക്കണം.
നമ്മുടെ ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ആ വലിയ യാത്ര നമുക്ക് എളുപ്പമാക്കാം. നാളെ ഖബറിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് സമാധാനവും വെളിച്ചവും നൽകുന്ന എന്ത് സമ്പാദ്യമാണ് ഇന്ന് നമ്മുടെ കൈവശമുള്ളത്? പണമല്ല, നമ്മുടെ ജീവിതമാണ് അവിടെ വിലയിരുത്തപ്പെടുക. മാതാപിതാക്കളോട് പുഞ്ചിരിയോടെ സംസാരിക്കുക, വിഷമിക്കുന്ന ഒരുവൻ്റെ കണ്ണീരൊപ്പുക, ഒരു ചെറിയ ജീവിയോടെങ്കിലും കരുണ കാണിക്കുക. ഇവയൊക്കെയും നാം നിസ്സാരമെന്ന് കരുതുന്ന വലിയ പ്രതിഫലമുള്ള കാര്യങ്ങളാണ്. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വൈകിപ്പോകുന്നതിന് മുമ്പ് നാഥനോട് ആത്മാർത്ഥമായി മാപ്പിരക്കുക. ഖബർ നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നല്ല മനുഷ്യരാകാൻ പ്രേരിപ്പിക്കുന്ന ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ നോക്കി നമ്മുടെ പോരായ്മകൾ തിരുത്താം. അള്ളാഹു നമ്മുടെ ഖബറുകളെ സ്വർഗ്ഗപ്പൂന്തോപ്പുകളാക്കി മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.